ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത് മയ്യിത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, റാബിഅൻ, മയ്യത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നാലാമത്തൊരു സംഗതി അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിലെ നാലാമത്തൊരു ഭാഗം സിഫത്തു ഗസ്ലിൽ മയ്യിത്തി. എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ? രൂപം അല്ലേ? സിഫത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ രൂപം അല്ലേ? നിസ്കാരത്തിൻ്റെ രൂപം. സിഫത്തിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്ന നിലക്ക് പറയാറുണ്ട്. അപ്പോൾ സിഫത്തു ഗസ്ലിൽ മയ്യിത്തി, മയ്യിത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഷെയ്ഖ് പറയാണ്, അൻ തുസ്തറ ഔറത്തുഹു. ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് അയാളുടെ ഔറത്ത് മറക്കണം. ഔറത്ത് കാണാത്ത വിധം മറക്കണം. മരിച്ചു കഴിഞ്ഞു, പിന്നെ അയാൾക്ക് ഔറത്തൊന്നും ബാധകമല്ല, പിന്നെ അയാളുടെ ശരീരത്തിലെ ഏതു ഭാഗം ആര് കണ്ടാലും പ്രശ്നമില്ല. അങ്ങനെയല്ല. അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ഔറത്ത് വേറൊരാൾ കാണാൻ പാടില്ല, വേറൊരാൾ സ്പർശിക്കാൻ പാടില്ല. അപ്പൊ ഔറത്ത് മറച്ചു കൊടുക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഈ ഔറത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കിടയിൽ മാത്രമല്ല. ആണുങ്ങൾക്കിടയിൽ ഔറത്തുണ്ട്, പെണ്ണുങ്ങൾക്കിടയിൽ ഔറത്തുണ്ട്. ഒരു പുരുഷന്റെ ഔറത്ത് വേറൊരു പുരുഷൻ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഔറത്ത് വേറൊരു പെണ്ണും നോക്കാൻ പാടില്ല. അപ്പൊ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ബാധകമായൊരു സംഗതിയല്ല. മയ്യിത്തിന്റെ ഔറത്തിനും ഇതേ വിധി ബാധകമാണ്. അപ്പൊ ഔറത്ത് മറക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ധരിച്ച അതേ വസ്ത്രത്തിലല്ല അയാൾ കുളിപ്പിക്കേണ്ടത്. അയാൾ ധരിച്ച വസ്ത്രം എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റിയിട്ടാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ഒരു നീളത്തിലുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അയാളുടെ ഔറത്ത് മറക്കണം എന്നുള്ളതാണ്. ആ ധരിച്ച വസ്ത്രം ഊരി മാറ്റിയാലാണ് അയാൾ ശരിക്ക് കുളിപ്പിക്കാൻ കഴിയുക, പരിപൂർണമായ നിലക്ക് കുളിപ്പിക്കാൻ കഴിയുക, ശരിക്ക് ശുദ്ധിയാക്കാനൊക്കെ പറ്റുക. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെ ഫളൽ ബിൻ അബ്ബാസ്, അലി ബിൻ അബി താലിബ്, ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അവർക്ക് സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ബാക്കിയുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ വസ്ത്രം അഴിച്ചു മാറ്റാൻ പറ്റുമോ? വസ്ത്രം ഊരി മാറ്റിയിട്ടാണോ നബിയെ കുളിപ്പിക്കേണ്ടത്, അതല്ല വസ്ത്രം ഊരി മാറ്റാതെയാണോ നബിയെ കുളിപ്പിക്കേണ്ടത്? കൺഫ്യൂഷനായി. അവർ കുറച്ചേരം കാത്തു നിന്നാൻ. ഹദീസിൽ കാണാം, സ്വഹാബിമാർക്ക് ഒരു തരത്തിലുള്ള മയക്കം വന്നു. ആ മയക്കത്തിനിടയിൽ ആരോ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാതെ നിങ്ങൾ നബിയെ കുളിപ്പിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് സ്വഹാബിമാർ കുളിപ്പിച്ചത്. എന്നാൽ ബാക്കിയുള്ളവരുടെ മയ്യിത്ത് അങ്ങനെയല്ല. അവരുടെ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റി. ഇപ്പോൾ ചിലപ്പോൾ ജീൻസ് പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ടായിരിക്കും അയാളുടെ അവസാന സമയം. അയാൾ അങ്ങനെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കാൻ കഴിയൂല. കുളിപ്പിച്ചാൽ അത് നല്ല നിലക്ക് എന്താവൂല, വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതിന് പറ്റിയ നിലക്ക് എന്ത് ചെയ്യുക? ആ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുക, എന്നിട്ട് കുളിപ്പിക്കുക എന്നുള്ളതാണ്. സ്വഹാബിമാരൊക്കെ അങ്ങനെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ടാണ് മയ്യിത്ത് കുളിപ്പിച്ചിരുന്നത്.